തിരുവനന്തപുരം നഗരം ശ്വാസമടക്കി പിടിക്കുന്നു. കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ആവേശം ആകാശത്തോളമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിലെ AICC ആസ്ഥാനം മുതൽ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവൻ വരെ നീണ്ടുനിന്ന കടുത്ത അനിശ്ചിതത്വങ്ങൾക്കും നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കും എല്ലാം ഒടുവിൽ തിരശീല വീണിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇത് വെറുമൊരു മുഖ്യമന്ത്രി പ്രഖ്യാപനമല്ല, കേരള രാഷ്ട്രീയത്തിലെ ഒരു വമ്പൻ അട്ടിമറി തന്നെയാണ്. കരുത്തനായ KC വേണുഗോപാലിനെ പോലും പിന്നിലാക്കിക്കൊണ്ട് സതീശൻ എങ്ങനെ ഈ കസേരയിലേക്ക് എത്തി? അതിനു പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? അതുപോലെ ഹൈക്കമാൻഡിന്റെ മനസ്സ് മാറ്റാൻ ഘടകകക്ഷികളെ പ്രേരിപ്പിച്ച ആ രഹസ്യ തന്ത്രം എന്തായിരുന്നു? 102 സീറ്റുകളുടെ പടുകൂറ്റൻ ഭൂരിപക്ഷവുമായി അധികാരമേൽക്കുമ്പോൾ സതീശനെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിമറച്ച ആ ദിവസങ്ങൾ, സതീശൻ എന്ന തന്ത്രജ്ഞന്റെ വളർച്ച, വരാനിരിക്കുന്ന ഭരണത്തിന്റെ ബ്ലൂ പ്രിന്റ് എല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. വീഡിയോ മുഴുവനും കാണുക, കാരണം നിങ്ങൾ അറിയാത്ത പല രഹസ്യങ്ങളും ഇതിലുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ നാടകം. 102 സീറ്റുകൾ എന്ന വമ്പൻ വിജയം UDF ആഘോഷിക്കുമ്പോഴും ഉള്ളിൽ ഒരു ചോദ്യം ബാക്കിയായിരുന്നു. ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി? ഒരു വശത്ത് ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വലം കൈ. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്നതായിരുന്നു ഹൈക്കമാൻഡിലെ ഒരു വിഭാഗത്തിന്റെ മുഴുവൻ ആഗ്രഹവും. എന്നാൽ മറുവശത്താകട്ടെ, കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേരളത്തിലെ തെരുവുകളിൽ പോരാടിയ VD സതീശൻ, ഹൈക്കമാൻഡ് പ്രതിനിധികളായ ദീപാദാസ് മുൻഷി, അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരെല്ലാം തിരുവനന്തപുരത്തെ ഹോട്ടലുകളിൽ MLA-മാരുമായി ചർച്ച നടത്തുമ്പോൾ അന്തരീക്ഷം പുകയുകയായിരുന്നു. ഇതിലെല്ലാം പെടാതെ ഒരാൾ കൂടിയുണ്ട്, മുതിർന്ന നേതാവായ ചെന്നിത്തലയും. എന്തായാലും ഓരോ MLA-യെയും തനിച്ച് കണ്ട് അഭിപ്രായം തേടിയപ്പോൾ ഭൂരിഭാഗവും പറയുന്നത് സതീശനായി കൈപ്പൊക്കി. പക്ഷേ ഡൽഹിയിലെ സമവാക്യങ്ങൾ വേറെയായിരുന്നു. ഇവിടെയാണ് മുസ്ലിം ലീഗ് എന്ന നിർണായക ശക്തി ഇടപെടുന്നത്. സതീശനുമായി വ്യക്തിപരമായി വലിയ സൗഹൃദം പുലർത്തുന്ന ലീഗ് ഹൈക്കമാൻഡിന് അന്ത്യശാസനം നൽകി. സതീശനെ മാറ്റിയാൽ മുന്നണി സംവിധാനം ആകെ തകരുമെന്ന മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധിയെയും ഖാർഗെയെയും ചിന്തിപ്പിച്ചു. ഒടുവിൽ KC വേണുഗോപാലിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സതീശനെ തന്നെ വാഴിക്കാനായി തീരുമാനിക്കുന്നു. എന്നാൽ പടലപ്പിണക്കങ്ങളുമായി മുൻനിരയിൽ തെറ്റിമാറി നിൽക്കുകയാണ് ചെന്നിത്തല. എന്തായാലും ഈ വിജയം അത് സതീശന്റെ വ്യക്തിപരമായ വിജയം കൂടിയാണ്. ഈ പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് VD സതീശൻ പിന്നിട്ട വഴികൾ കൂടി നമുക്ക് പരിശോധിക്കാം. എറണാകുളം ജില്ലയിലെ പറവൂരിൽ നിന്നും തുടർച്ചയായി നിയമസഭയിലേക്ക് എത്തിയ വ്യക്തി, KSU കാലഘട്ടം മുതൽക്കേ രാഷ്ട്രീയത്തിൽ സജീവം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2021 തിരഞ്ഞെടുപ്പായിരുന്നു. UDF പരാജയപ്പെട്ട ആ തിരഞ്ഞെടുപ്പിന് ശേഷം മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും എല്ലാം മാറ്റിക്കൊണ്ട് ഹൈക്കമാൻഡ് സതീശനെ തന്നെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചു. അന്ന് പലരും ചോദിച്ചു, സതീശന് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? എന്നാൽ ഇന്ന് ആ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കേരള നിയമസഭ കണ്ടത് മറ്റൊരു സതീശനെയാണ്. വെറും ഒരു ആരോപണം ഉന്നയിച്ചു പോകുന്ന രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം. മറിച്ച് ഓരോ വിഷയവും പഠിച്ച് ഡാറ്റകൾ ശേഖരിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത് AI ക്യാമറ അഴിമതി. കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളിൽ ഒന്നാണിത്. ഇതിന്റെ രേഖകൾ ഓരോന്നോരോന്നായി പുറത്തുവിട്ട് സതീശൻ സർക്കാരിനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. പിണറായിയോട് ചോദിച്ചാൽ അറിയാം സതീശന്റെ കരവിരുതുകൾ. എന്തായാലും രണ്ടാമത് K-ഫോൺ വിവാദമാണ്. പാവപ്പെട്ടവർക്ക് ഇന്റർനെറ്റ് എന്ന പദ്ധതിയിലെ ക്രമക്കേടുകൾ അദ്ദേഹം അക്കമിട്ട് നിരത്തി. മൂന്നാമത് മരംമുറി കേസ്. റവന്യൂ വനം വകുപ്പുകളെ പ്രതിക്കൂട്ടിലാക്കിയ മുട്ടിൽ മരംമുറി കേസ് സതീശന്റെ ഇടപെടലിലൂടെയാണ് വലിയ രാഷ്ട്രീയ ചർച്ചയായത്. തീർന്നില്ല, ലൈഫ് മിഷൻ. സാധാരണക്കാരുടെ വീടെന്ന സ്വപ്നത്തിൽ നടന്ന കമ്മീഷൻ ഇടപാടുകൾ സതീശൻ നിയമസഭയിൽ തുറന്നുകാട്ടി. ഇത്തരത്തിൽ സർക്കാരിന്റെ ഓരോ ചലനങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരു ഷാഡോ മുഖ്യമന്ത്രിയായാണ് അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ചത്. ഇത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. തീർന്നില്ല, സതീശന്റെ നേതൃത്വത്തിൽ UDF നേരിട്ട തിരഞ്ഞെടുപ്പുകൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അടിത്തറ ഭദ്രമാക്കാൻ അദ്ദേഹം നേരിട്ടിറങ്ങി.
പഴയ ഗ്രൂപ്പ് ഓഫ് സമവാക്യങ്ങളെല്ലാം മാറ്റിവെച്ച് യോഗ്യതയുള്ളവർക്ക് സീറ്റ് നൽകാൻ അദ്ദേഹം നിർബന്ധം പിടിച്ചു. അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് 102 സീറ്റുകൾ ലഭിക്കുക എന്നതൊരു നിസ്സാരകാര്യമല്ല. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വിജയിച്ചു. യുവാക്കളെയും സ്ത്രീകളെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ചു. മാത്രവുമല്ല, അതിനിടെ നടന്ന ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ വിജയവും സതീശൻ എന്ന തന്ത്രജ്ഞന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവിടെ അദ്ദേഹം ഓരോ ബൂത്തിലും നേരിട്ടെത്തി പ്രവർത്തനം ഏകോപിപ്പിച്ചു. അങ്ങനെ ആ വിജയം സതീശന്റെ നേതൃത്വത്തിലുള്ള അംഗീകാരമായിരുന്നു. UDF എന്ന മുന്നണിയെ ഒരേ നൂലിൽ കോർത്ത മുത്തുകൾ പോലെ കൊണ്ടുപോകുന്നതിൽ സതീശൻ കാണിച്ച നൈതന്ത്രജ്ഞത എടുത്തു പറയേണ്ടതാണ്. PK കുഞ്ഞാലിക്കുട്ടി മുതൽ നമ്മുടെ ചെന്നിത്തല വരെയുള്ള നേതാക്കളിൽ അദ്ദേഹം പുലർത്തുന്ന ഒരു ആത്മബന്ധം സമാനതകളില്ലാത്തതാണ്. എന്തായാലും ആ ആത്മബന്ധം ഈ ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ചെറുതായ ഒരു വിള്ളൽ വീണു. എന്തായാലും സതീശനെ മുഖ്യമന്ത്രിയാക്കാനായി മുന്നണിയിൽ ഉണ്ടായേക്കാവുന്ന വിള്ളലുകളെ കുറിച്ച് ഘടകകക്ഷികൾ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയത് അദ്ദേഹത്തിനുള്ള വലിയ പിന്തുണയാണ്. പ്രത്യേകിച്ചും മതേതര നിലപാടുകളിൽ സതീശൻ കാണിക്കുന്ന കാർക്കശ്യം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കി. വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന സതീശൻ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യം നന്നായി അറിയുന്ന നേതാവ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇത്രത്തോളം ലഭിച്ചത്. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആഘോഷങ്ങൾക്കപ്പുറം വലിയ ഉത്തരവാദിത്തങ്ങളുമാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. കനൽ വഴികൾ എന്ന് വിശേഷിപ്പിക്കാൻ കാരണങ്ങൾ പലതാണ്. ഒന്നാമത് സാമ്പത്തിക പ്രതിസന്ധി. കേരളം കടക്കിണിയിലാണ്. ശമ്പളവും പെൻഷനും നൽകാൻ പോലും കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് സംസ്ഥാനത്തെ എങ്ങനെയെങ്കിലും കരകയറ്റണമെന്നത് സതീശന്റെ വലിയ പരീക്ഷണം തന്നെയാണ്. വ്യക്തമായ ഒരു സാമ്പത്തിക പ്ലാൻ അദ്ദേഹത്തിനുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. രണ്ടാമത് മന്ത്രിസഭാ രൂപീകരണം. 102 സീറ്റുകളുടെ ഭൂരിപക്ഷമുള്ളപ്പോൾ ഓരോ കക്ഷിയും പ്രധാന വകുപ്പുകൾക്കായി അവകാശവാദം തീർച്ചയായും ഉന്നയിക്കും. KC വേണുഗോപാൽ പക്ഷത്തെയും മറ്റ് ഗ്രൂപ്പുകളെയും ചെന്നിത്തലയുടെ ഗ്രൂപ്പിനെയും അതുപോലെ മുസ്ലിം ലീഗിനെയെല്ലാം തൃപ്തിപ്പെടുത്തുക എന്നത് ഒരു കടുപ്പമേറിയ ജോലി തന്നെയാണ്. കോൺഗ്രസിൻ്റെ കാര്യം വരുമ്പോൾ UDFിൻ്റെ കാര്യം വരുമ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ നിലച്ചു കിടക്കുന്ന വികസന പദ്ധതികൾ പുനരാരംഭിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ സതീശൻ എന്ത് മാന്ത്രികതയാണ് കാണിക്കുക എന്നത് ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ഫെഡറൽ സംവിധാനത്തിലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടിടത്ത് ഏറ്റുമുട്ടിയും സഹകരിക്കേണ്ടിടത്ത് സഹകരിച്ചും കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സതീശന് സാധിക്കുമോ? VD സതീശനെ വെറും ഒരു രാഷ്ട്രീയക്കാരനായി കാണാൻ കഴിയില്ല. അദ്ദേഹം ഒരു ക്രിയേറ്റീവ് തിങ്കർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ പലപ്പോഴും പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. തന്റെ മണ്ഡലമായ പറവൂരിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതി മുതൽ പരിസ്ഥിതി സൗഹൃദമായ വികസന ആശയങ്ങൾ വരെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിവര സാങ്കേതിക വിദ്യയെ ഭരണത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിൽ സതീശന് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്, പ്ലാനുണ്ട്. അഴിമതിയില്ലാത്ത സുതാര്യമായൊരു ഭരണം അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. കാരണം ഇപ്പോൾ നിലവിൽ കേരളത്തിൽ അലയടിച്ചിട്ടുള്ളത് പിണറായിയോടുള്ള ഭരണവിരുദ്ധ വികാരമാണ്. അപ്പോൾ അതിനെ മറികടന്ന് നല്ലൊരു ബദലായി അദ്ദേഹത്തിന് ഉയരാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ കേരളത്തിലെ ഇത്രയും ജനങ്ങളുടെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ശരിയാണെന്ന് പറയുള്ളൂ. എന്തായാലും ഈ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിന്റെ റോൾ വളരെ വലുതായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് ഹൈക്കമാൻഡ് സജീവമായി പരിഗണിച്ചിരുന്നു. ചെന്നിത്തലയുടേതും അതെ. എന്നാൽ കേരളത്തിലെ സാഹചര്യങ്ങൾ സതീശന് അനുകൂലമാണെന്ന് KC വേണുഗോപാലിനെ ബോധ്യപ്പെടുത്തുന്നതിൽ ചെന്നിത്തലയെ ബോധ്യപ്പെടുത്തുന്നതിൽ ദീപാദാസ് മുൻഷി സംഘവും വിജയിച്ചു. താൻ മുഖ്യമന്ത്രിയാകുന്നതിനേക്കാൾ പാർട്ടി ഐക്യത്തിനാണ് മുൻഗണന എന്ന് വേണുഗോപാൽ പ്രഖ്യാപിച്ചത് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ അവസാനിച്ചു എന്നതിന്റെ സൂചനയാണ്. എന്നാൽ ചെന്നിത്തലയുടെ കാര്യം അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. അതിനുള്ള ഉത്തരം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കും. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പൂർണ്ണ പിന്തുണ ഇപ്പോൾ സതീശനുണ്ട്. VD സതീശൻ രാജ്ഭവനിലെത്തി ഗവർണറെ കാണുമ്പോൾ അതൊരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ചൊരു പ്രസ്ഥാനത്തിന്റെ തിരിച്ചുവരവാണ്. കേരളം വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിന്റെ ചാലക ശക്തിയാകാൻ സതീശന് കഴിയുമോ? സാമ്പത്തിക പ്രതിസന്ധി, ഘടകകക്ഷികളുടെ സമ്മർദ്ദം, ജനങ്ങളുടെ ഉയർന്ന പ്രതീക്ഷകൾ, ഇതെല്ലാം സതീശന് മുന്നിലുള്ള വമ്പൻ മതിലുകൾ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം കാട്ടിയ ആ നിശ്ചയദാർഢ്യം അത് കൈമുതലായിട്ടുണ്ടെങ്കിൽ കേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാനായി അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ തർക്കമില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. VD സതീശൻ്റെ ഈ രാഷ്ട്രീയ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം ഒരു മികച്ച മുഖ്യമന്ത്രി ആയിരിക്കുമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഇനി എന്തുണ്ടാകുമെന്ന് കൂടി നിങ്ങളുടെ പ്രവചനം താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.